ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിൻ്റെ EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഓണം എക്സാമിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്കും എക്സാമിന് വരുന്നത്. എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം. ചോദ്യം, ബട്ടർഫ്ലൈസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ കളേഴ്സ് ആൻഡ് ഡിസൈൻസ്. നമുക്കറിയാം ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അതിൻ്റെ കളറിലായിക്കോട്ടെ ഡിസൈനിലായിക്കോട്ടെ ഒക്കെ എന്താണ്, ഡിഫറെൻ്റ് ആണല്ലേ, എല്ലാം സെയിം ഒരേപോലെയല്ല. ദർ ഈസ് എൻ ഔട്ട്ലൈൻ ഓഫ് എ ബട്ടർഫ്ലൈ. അങ്ങനെ ഇവിടെ എന്താണ്, ബട്ടർഫ്ലൈൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, കളറിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ കളർ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലെ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ദ ബട്ടർഫ്ലൈസ് ഇൻ അവർ ലൊക്കാലിറ്റി ഹാവ് ഡിഫറെൻറ്റ് നെയിംസ്. റൈറ്റ് ദ നെയിം ഓഫ് എ ബട്ടർഫ്ലൈ യു ഹാവ് സീൻ. അപ്പോൾ നിങ്ങൾ കണ്ട ഒരു ബട്ടർഫ്ലൈൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാടുണ്ടല്ലേ, മഞ്ഞപ്പാപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ പേര് എഴുതി കൊടുക്കാം, ബ്ലൂ ടൈഗർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ ബ്ലൂ ടൈഗർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഹാവൻറ്റ് യു ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്ത് ചെയ്യണം, അപ്പോൾ ആ ഒരു ലൈഫ് സൈക്കിൾ അനുസരിച്ച് ഇതൊന്ന് ഈ എവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണ്, അത് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എഗ്ഗ് എന്തായിട്ട് മാറും, ലാവ പിന്നെ എന്തായിട്ടാണ് മാറുന്നത്, പ്യൂബയാണല്ലോ. അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ളത് ഏതാണ്, പ്യൂബ പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നു. ഇനി ഇതിലെ ഡി ചോദ്യം നോക്കാം. ചിൽഡ്രൻ ബ്രോഡ് സം പ്ലാൻസ് ടു എക്സ്പാൻഡ് ദ ബട്ടർഫ്ലൈ പാർക്ക് ഇൻ ദ സ്കൂൾ. എന്താണ്, കുട്ടികൾ സ്കൂളിലെ ബട്ടർഫ്ലൈ പാർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഹെൽപ്പ് മിത്ര പ്രിപ്പയർ ദ ഹരിത കാർഡ്. അപ്പോൾ മിത്ര അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹരിത കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ മിത്രനെ ഹെൽപ്പ് ചെയ്യാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്ത് എന്താണ് പറയുന്നത്, ഗ്യാദർ ഇൻഫർമേഷൻ ഓഫ് ഇലമുളച്ചി ആൻഡ് കറി ലീവ്സ് പ്ലാന്റ്. അപ്പോൾ ഇലമുളച്ചിയുടെയും കറി ലീവ്സ് പ്ലാന്റിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇലമുളച്ചിയുടെ ആദ്യം എഴുതാം അല്ലേ. ഇലമുളച്ചി എന്ന് പറയുന്ന കാറ്റഗറി ഏതാണ്, ഹെർബാണോ, ട്രീ ആണോ, ശ്രംബാണോ, ഏതാണ്, ഹെർബാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, ഹെർബ് എന്ന് എഴുതി കൊടുക്കുക, ഹെർബ്. ഇനി പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. ഒരു പ്ലാന്റ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താണ് അതിൻ്റെ ഉപയോഗിക്കുന്നത്, ലീഫാണല്ലേ. ലീഫാണ് ഇലമുളച്ചിയുടെ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്. ആ ലീവ്സിൻ്റെ ഫീച്ചർ എന്തായിരിക്കും, നല്ല തിക്കായിട്ടുള്ള ലീവ്സ് ആയിരിക്കും. ഓക്കെ, വളരെ തിക്കായിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അപ്പോൾ എന്ത് എഴുതുക, തിക്ക് ലീവ്സ് എന്ന് എഴുതി കൊടുക്കുക. ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം, അതിൻ്റെ സ്റ്റെമ്മ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് സ്റ്റെം എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇലമുളച്ചിയുടെ അല്ലെങ്കിൽ മിറാക്കിൾ ലീഫ് പ്ലാന്റിൻ്റെ ഈ ഒരു ബയോഡാറ്റ നമ്മൾ അല്ലെങ്കിൽ ഹരിത കാർഡ് ഉണ്ടാക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്, അടുത്ത സാധനം എന്ന് പറയുന്നത് കറി ലീഫാണ് അല്ലേ. കറി ലീഫ് എന്ന് പറയുന്ന കാറ്റഗറി ഹെർബാണോ, ട്രീ ആണോ, സ്ട്രംബാണോ, ഏതാണ്, സ്ട്രംബാണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രംബ് എന്ന് എഴുതുക, സ്ട്രംബാണ്. പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്. പുതിയ ഒരു പാർട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ റൂട്ടിൽ നിന്നാണ് പുതിയതൊരെണ്ണം ഉണ്ടാകുന്നത്. ഓക്കെ, റൂട്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പറമ്പിലൊക്കെ കറി ലീഫ് ഉണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ റൂട്ട് പോകുന്നിടത്തൊക്കെ പുതിയത് ഇങ്ങനെ മുളച്ച് പൊന്നുന്നത് കാണാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് ദ ലീവ്സ്, അതിൻ്റെ ലീവ്സ് എന്താണ്, വളരെ സ്മോൾ ആണല്ലേ. അപ്പോൾ സ്മോൾ എന്ന് എഴുതുക, സ്മോൾ ആണ്. ഓക്കെ, ലീവ്സ് ആർ സ്മോൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം, അതിൻ്റെ സ്റ്റെമ്മ് വളരെ ഹാർഡായിരിക്കും. അപ്പോൾ ഹാർഡ് സ്റ്റെമ്മാണ് അതിന് ഉള്ളത്. ഇങ്ങനെയാണ് ഒരു മരം തന്ന, ഒരു പ്ലാന്റ് തന്നാൽ അതിൻ്റെ ഹരിത കാർഡ് അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2 ആണ്, മൂവ്സ് എന്നുള്ളതാണ്. ഡ്രോ ലൈൻസ് ആൻഡ് കണക്ട് ദ ക്രിയേച്ചേഴ്സ് ആൻഡ് ദെയർ വേസ് ഓഫ് മൂവ്മെൻറ്റ്. ക്രിയേച്ചേഴ്സിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നോക്കൂ, സ്നേക്ക് എങ്ങനെയാണ്, സ്നേക്ക് ക്രൗളാണല്ലേ, ഇഴഞ്ഞാണ് പോവുക. അപ്പോൾ ക്രൗൾ എന്നതിലേക്ക് മാച്ച് ചെയ്യാം. ഫിഷ് ആണെങ്കിൽ സ്വിമ്മാണല്ലേ, സ്വിമ്മിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മാൻ ആണെങ്കിലോ, മനുഷ്യന്മാർ വോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ക്രോ എന്ന് പറയുന്നത് ഫ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. ബി ചോദ്യം, ഒബ്സർവ് ദ പിക്ചേഴ്സ് ബിലോ, റൈറ്റ് ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ദ ഡക്ക് ആൻഡ് ദ ചൈൽഡ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഡക്കും ഒരു ചൈൽഡും തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ബോഡി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് എഴുതി കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഡക്ക് അറിയാം എന്താണ്, വെബ്ഡ് ഫീറ്റ് വഴിയാണ് പോകുന്നത് അല്ലേ. അതിൻ്റെ ഫീറ്റ് എന്താണ്, വെബ്ഡ് ഫീറ്റാണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, വെബ്ഡ് ഫീറ്റ് എന്ന് എഴുതുക. ഇനി അടുത്തത് നോക്കൂ, ഒരു കുട്ടിയാണല്ലേ, കുട്ടിക്ക് എന്താണ്, 2 കാലുണ്ട്. അപ്പോൾ എന്ത് എഴുതണം, ചൈൽഡ് ഹാസ് 2 legs. എന്താണ്, കുട്ടിക്ക് 2 ലെഗ് ഉണ്ട്, അതുകൊണ്ടാണ് കുട്ടി മൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത സി ചോദ്യം നോക്കിയാലോ. സി
ഒബ്സർവ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ആൻഡ് സർക്കിൾ ദ ഓഡ് വൺ ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. ഇവിടെ എന്താണ് കുറച്ച് എനിമൽസ് അല്ലെങ്കിൽ ക്രിയേച്ചേഴ്സിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഏതാണ് ഇതിൽ ഓഡ് വൺ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നെന്താണ് ഉറുമ്പാണ്, പിന്നെ കൗവാണ്, പിന്നെ എലിഫൻ്റ് ആണ്, പിന്നെന്താണ് ഒരു മുതലയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതിൻ്റെ മൂവ്മെൻ്റ് ആണ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ നമ്മുടെ ഈ മുതലയുടെ മൂവ്മെൻ്റ് ആണ് ഡിഫറെൻ്റ് അല്ലേ. ബാക്കിയെല്ലാം അതിൻ്റെ കാലുകൊണ്ട് ഒരേപോലെയാണ് പോകുന്നത്. മുതല മാത്രം വേറെ രീതിയിൽ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ നിങ്ങളൊന്ന് നോക്കുക. അതിൽ ഒരുപാട് ക്രിയേച്ചേഴ്സിനെ കാണുന്നുണ്ട് അല്ലേ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ് ഫോർ ദെയർ ലിവിങ് ബീയിങ്സ്? എന്താണ് ഇവരവിടെ ജീവിക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്ലാന്റ്സ് നമുക്ക് തരുന്നത്? എന്തൊക്കെയാണ്? ഫുഡ് ഫോർ ലിവിങ് അല്ലേ. ഫുഡ് തരുന്നുണ്ട്, ഫുഡ് ഫോർ ലിവിങ്. അതുപോലെ തന്നെ പ്രൊവൈഡ് ഓക്സിജൻ, നമുക്ക് എന്ത് തരുന്നുണ്ട്? ഓക്സിജൻ നൽകുന്നുണ്ട്. പ്രൊവൈഡ് ഓക്സിജൻ. ഓക്കെ. ഇനി ഓക്സിജൻ ഫോർ ബ്രീത്തിങ്, ഫുൾ എഴുതിയാലും കുഴപ്പമില്ല. ഓക്സിജൻ ഫോർ ബ്രീത്തിങ്. ഇനി എന്താണ്, നമുക്ക് ഷെൽറ്റർ തരുന്നുണ്ട് അല്ലേ. എന്ത് തരുന്നുണ്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ഹട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഷെൽറ്റർ നമുക്ക് മാത്രമല്ല ഒരുപാട് ആനിമൽസിനും ബേർഡ്സിനൊക്കെ ഷെൽറ്ററും കൂടെ നൽകുന്നുണ്ട്. ഇനി അടുത്തത് ബി ചോദ്യമാണ്. റീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ എക്സ്പാൻഡിങ് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. അപ്പോൾ റീനയും കൂട്ടുകാരും ബയോഡൈവേഴ്സിറ്റി പാർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫോർ ദിസ് ദേ പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ഇൻ ദ പാർക്ക്. അപ്പോൾ ആ പാർക്കിൽ വേണ്ട കുറച്ച് ട്രീസിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. റോസ്, ബുക്കുറ്റി, ഹിബിസ്കസ്, മാംഗോ ട്രീ, പ്ലാന്റെയിൻ, തുമ്പ, ജാക്ക് ഫ്രൂട്ട് ട്രീ, തുളസി, ബനിയൻ ട്രീ. ഇനി ഹെൽപ് ദം കാറ്റഗറൈസ് ദീസ് പ്ലാന്റ്സ് ആർ ഓൾസോ ദ ക്രൈറ്റീരിയ ഇൻ ദ റെലവൻറ്റ് കോളംസ്. അപ്പോൾ ഇവിടെ ഈ കോളം എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഹെർബ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഹെർബ്സിൻ്റെ ഗണത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഷ്രബ്സ് ആണ്, മറ്റൊന്ന് പറയുന്നത് ട്രീസ് ആണ്. ഇനി ഹെർബ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹെർബ്സിൽ വരുന്നത് സ്മോൾ പ്ലാന്റ്സ് ഒക്കെയാണ് ഹെർബ്സിൽ വരുന്നത് അല്ലേ. സോ ഇവിടെ എന്തൊക്കെ വരും? മുക്കുറ്റി അല്ലേ. മുക്കുറ്റി എന്നുള്ളത് വരും. ഇപ്പോൾ മുക്കുറ്റി എന്ന് എഴുതി കൊടുക്കുക. മുക്കുറ്റി. അതുപോലെ തന്നെ പ്ലാന്റെയിൻ. ഇനി ഷ്രബ്സിൽ വരുന്നത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഇതിൽ വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്, തുമ്പ ഉണ്ട് അല്ലേ. തുമ്പ വരുന്നുണ്ട്, തുമ്പ. അതുപോലെ തന്നെ തുളസി. ഇനി അടുത്തത് ഷ്രബ്സിൽ വരുന്നത് ഹിബിസ്കസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റോസ് ഇതിൽ ഈ ഒരു ഗണത്തിൽ വരുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ട്രീസിൽ ബനിയൻ ട്രീ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് മാംഗോ ട്രീ, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയൊക്കെയാണ് ക്രൈറ്റീരിയ, എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഹെർബ്സ് എന്ന് പറയുന്നത് സ്മോൾ പ്ലാന്റ്സ് ആണ്, വിത്ത് സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ ഗ്രീൻ സ്റ്റെം ആയിരിക്കും. ഇനി ഷ്രബ്സിൽ വരുന്ന ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ്സ് ആണ്. അതിനെന്താണ് ഹാർഡ് വുഡി സ്റ്റെംസ് ആണ് ഉണ്ടായിരിക്കുക. ട്രീസ് എന്ന് പറഞ്ഞാൽ ടോൾ ആയിട്ടുള്ളതാണ്, വളരെ സ്ട്രോങ് ആയിട്ട് വുഡി ട്രങ്ക്സ് ഒക്കെ അതിന് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ലെറ്റ്സ് പ്ലാന്റ് ആൻഡ് ഗ്രോ എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ഇതിൽ ഓരോന്നും എങ്ങനെയാണ് ജെർമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റോസ് ആണെങ്കിൽ ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ് ആണല്ലേ. സ്പ്രൗട്ട് ഫ്രം ദ സ്റ്റെമ്മിൽ നിന്നാണ് വരുന്നത്. അതുപോലെ മാംഗോ ആണെങ്കിൽ സീഡ്സിൽ നിന്നാണ്. നിശാഗന്ധി ആണെങ്കിൽ സ്റ്റെമ്മാണ്. പിയ എന്ന് പറയുന്ന സീഡ്സിൽ നിന്ന് വരുന്നു. നിലപ്പന സ്റ്റെമ്മിൽ നിന്ന് വരുന്നു. സ്റ്റെമ്മിൽ നിന്നും ലീവ്സിൽ നിന്നും വരാറുണ്ട്. കടപ്ലാവ് എന്ന് പറയുന്നത് റൂട്ട്സിൽ നിന്നാണ് വരുന്നത്. ഹിബിസ്കസ് സ്റ്റെമ്മിൽ നിന്നാണ് വരുന്നത്. ഇനി ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ വേരിയസ് പാർട്സിൽ നിന്നാണ് പുതിയ ഒരെണ്ണം ഉണ്ടാകുന്നത് അല്ലേ, പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നത്. സോ അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്? മാംഗോ ട്രീ ജെർമിനേറ്റ് ചെയ്യുന്നത് ഫ്രം സീഡ്സ് ആണ്. റോസ് സ്പ്രൗട്ട് ഫ്രം ദ സ്റ്റെം ആണ്. നിശാഗന്ധി സ്പ്രൗട്ട് ഫ്രം ദ സ്റ്റെം ആണ്. നിലപ്പന സ്പ്രൗട്ട് ഫ്രം ദ സ്റ്റെം ആൻഡ് ലീവ്സ് ആണ്. അങ്ങനെ എന്താണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ അവിടെ എടുത്ത് എഴുതിയാൽ മതി.
അടുത്തത് ഇതിലെ ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് എ പീ പ്ലാന്റ്. ഒരു പീ പ്ലാന്റിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ റൈറ്റ് വൺ. ഏതാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓരോ പിക്ചറായിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഒന്നാമത്തത് എന്താണ്, കറക്റ്റ് ആണല്ലേ. രണ്ടാമത്തത് താഴേക്ക് പോകുന്നുണ്ട്. മൂന്നാമത്തേതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണല്ലേ. അപ്പോൾ രണ്ടാമത്തേതിനാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ. അഞ്ചാമത്തെ പ്രവർത്തനമാണ്. 5 ഫെസ്റ്റിവൽ ഓഫ് ഫോറസ്റ്റ് ആണ്. ഫുഡ് ഫെസ്റ്റ് ഈസ് ഗോയിങ് ഓൺ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ എന്താണ്, ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. മിട്ടു മങ്കി പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈറ്റൻ ബൈ ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ് കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് താഴെ മിട്ടു മങ്കി കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ ടേബിൾ. ആ ടേബിൾ നോക്കുക. ഇപ്പോൾ ബേർ ആണെങ്കിൽ ഫ്രൂട്ട്സ്, സ്മോൾ ക്രിയേച്ചേഴ്സ് കഴിക്കാറുണ്ട്. എലിഫൻ്റ് ആണെങ്കിൽ ഗ്രാസ്, ഫ്രൂട്ട്സ്. ഈഗിൾ ആണെങ്കിൽ മീറ്റ്, ഫിഷ്. ക്രോ ആണെങ്കിൽ മീറ്റ്, അതുപോലെ ഫ്രൂട്ട്സ്. ടൈഗർ ആണെങ്കിൽ മീറ്റ്, ഡിയർ, ഗ്രാസ്. ഇനി ഇവിടെ കൊടുത്തത് ഫുഡ് ഐറ്റംസ് ഫോർ ദ ക്രിയേച്ചേഴ്സ് were arranged in 3 കൗണ്ടേഴ്സ്. എന്താണ്, 3 കൗണ്ടേഴ്സ് ആയിട്ടാണ് ഈ ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ് ഐറ്റംസിനെ കൊടുത്തിട്ടുള്ളത്. ഫ്രം വിച്ച് കൗണ്ടർ ഷുഡ് ദ ക്രിയേച്ചർ ഗെറ്റ് ദെയർ ഫുഡ്. ഏത് കൗണ്ടറിൽ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. അഥവാ ഹെർബിവോറസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കാർണിവോറസ് ഏതൊക്കെയാണ്, ഒംനിവോറസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളിതിവിടെ എഴുതാണ് വേണ്ടത്. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൽ ഹെർബിവോറസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എലിഫൻ്റ് ആണല്ലേ. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ സസ്യാഹാരികൾ, എലിഫൻ്റ്, അതുപോലെ തന്നെ ഡിയർ. ഇനി അടുത്തത് കാർണിവോറസിൽ വരുന്ന ഏതൊക്കെയാണ്, രണ്ടും കഴിക്കുന്നത്, ഒന്ന് ഈഗിള്, മറ്റൊന്ന് ടൈഗർ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒംനിവോറസ് ആണ്. അതിൽ ക്രോയും വരും, അതുപോലെ തന്നെ ബേറും വരും. ഓക്കെ, ഇത്രയുമാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഹെർബിവോറസ്, എന്താണ് കാർണിവോറസ്, എന്താണ് ഒംനിവോറസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് മിട്ടു ആൻഡ് ദ ടീം സെർവ്ഡ് ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ കൗണ്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ ബോഡി ക്രിയേച്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഓരോ ക്രിയേച്ചേഴ്സിൻ്റെയും ബോഡിക്ക് അനുസരിച്ച് അവരെന്താണ് ഫുഡ് സെർവ് ചെയ്യാണ്. വാട്ട് ആർ ദ ബോഡി ഫീച്ചേഴ്സ് വിത്ത് ഹെൽപ്പ് ദ ഫോളോയിങ് ക്രിയേച്ചേഴ്സ് ഇൻ ഗാദറിങ് ഫുഡ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിലെ ഓരോന്നിനും എന്ത് ഫീച്ചേഴ്സ് ആണുള്ളത് എന്ന് എഴുതി കൊടുക്കുക. ടൈഗർ ആണെങ്കിൽ ടൈഗറിന് എന്താണ്, ഷാർപ്പ് ടീത്ത് ആണുള്ളത് അല്ലേ. അപ്പോൾ എന്ത് എഴുതണം, ഷാർപ്പ് ടീത്ത്. ആൻഡ് അതിനെന്തുണ്ട്, ഒരു ഗ്ലൗസും കൂടെ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഈഗിളാണ്. ഈഗിളിന് എന്താണ്, ഈഗിളിനും ഷാർപ്പ് പീക്കാണുള്ളത് അല്ലേ. നല്ല മൂർച്ചയുള്ള കൊക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിനും ഗ്ലൗസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ഫ്രോഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏതാണ് എഗെയിൻസ്റ്റ് ഉള്ളത് നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. ലീവ്സ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. വാട്ടറിലും ലാൻഡിലും താമസിക്കും, അത് ശരിയാണല്ലേ. ഈറ്റ് സ്മോൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ക്രിയേച്ചേഴ്സിനൊക്കെ അത് കഴിക്കും. കനോട്ട് ക്യാച്ച് പ്രേ സ്റ്റോക്കിംഗ് ഔട്ട് ഓഫ് സ്റ്റിക്കി ടെങ്ക്. സ്റ്റിക്കി ടെങ്കിൽ അതിനെന്താണ്, ഒരു പ്രേയും പിടിക്കാൻ വേണ്ടി പറ്റില്ല. അതെന്താണ്, തെറ്റാണല്ലേ. പിടിക്കാൻ വേണ്ടി പറ്റും. ഇനി ക്യാൻ സ്വിം ആൻഡ് ജമ്പ്, അതിന് സ്വിം ചെയ്യാനും ജമ്പ് ചെയ്യാനും പറ്റും, അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 6ാമത്തേതാണ്. ലെറ്റ്സ് മെഷർ റെയിൻ. റെയിൻ എന്ത് ചെയ്യണം, നമുക്കൊന്ന് മെഷർ ചെയ്യണം. ഈസ് ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഇൻ ദ സറൗണ്ടിങ് ഓഫ് സ്കൂൾ ആൻഡ് ഹൗസസ് ദ സെയിം. സ്കൂളിലും അതുപോലെ ഹൗസിലും കിട്ടുന്നത് റെയിൻഫോൾ എന്ന് പറയുന്നത് സെയിം ആണോ. നീന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ മേക്കിംഗ് റെയിൻ ഗോജ് ടു മെഷർ റെയിൻഫോൾ. അവരെന്താണ് റെയിൻഫോൾ അറിയാൻ വേണ്ടിയിട്ട് റെയിൻ ഗോജ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിച്ച് മെറ്റീരിയൽ ആർ ടു ബി സെലക്റ്റഡ് ഫ്രം ദോസ് ഗിവൺ ബിലോ ടു മേക്ക് റെയിൻ ഗോജ്. അങ്ങനെയാണെങ്കിൽ ഒരു റെയിൻ ഗോജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവിടെ വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ ഇവിടെ വേണം, ഒന്നെന്ന് പറയുന്നത് ഈ ഫണൽ വേണം അല്ലേ, അതുപോലെ തന്നെ ഒരു സ്കെയിൽ വേണം, ഇതേപോലെയുള്ള ഒരു ബീക്കറും കൂടെ വേണം. വിച്ച് എമംഗ് ദീസ് മെറ്റീരിയൽസ് ആർ നീഡഡ് ടു മേക്ക് എ റെയിൻ ഗോജ് റൈറ്റ് ദം ബിലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, താഴെ ഒന്ന് എഴുതി കൊടുക്കണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി കൊടുക്കുക. അടുത്തത് അതിൻ്റെ ഒരു പിക്ചറും കൂടെ വരയ്ക്കണം. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. വേർ ക്യാൻ വി ഫിക്സ് ദ റെയിൻ ഗോജ് ടു മെഷർ റെയിൻഫോൾ. എങ്ങനെയാണ് ഈ റെയിൻ ഗോജ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
അപ്പോൾ എന്താണ് എവിടെയാണ് നമ്മൾ ഇതിന് വെക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. മാർക്ക് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ റൈറ്റ് ആൻസറിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. അണ്ടർ ദ ട്രീ, മരത്തിന് താഴെ. ഇൻ ആൻ ഓപ്പൺ പ്ലേസ്, ഓൺ എ പ്ലേസ് വേർ വാട്ടർ ഫോൾസ് ഫ്രം ദ റൂഫ്, റൂഫിൽ നിന്ന് വെള്ളം വീഴുന്നിടത്ത്. എവിടെയാണ്? ഇൻ ആൻ ഓപ്പൺ പ്ലേസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.